എറണാകുളം തൃപ്പൂണിത്തുറയിൽ 3 വയസ്സുകാരെ കാണാതായതായി പരാതി. പുത്തൻകുരിശ് സ്വദേശികളായ സുഭാഷിന്റെയും സന്ധ്യയുടെയും മകളായ കല്യാണിയെയാണ് കാണാതായത്. വൈകുന്നേരം 4:30യോടെയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ അമ്മയുടെ അടുത്തു നിന്നും കുട്ടിയെ കാണാതായത്. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സഹിൻ, ഇപ്പോൾ ഏറെ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. എന്തെങ്കിലും പുരോഗതിയുണ്ടോ? വിവരങ്ങൾ എങ്ങനെ നൽകാം? അരുണിമ, ഇതുവരെയും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ജില്ലയിൽ ആകമാനം കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആലുവയിലും തൃപ്പൂണിത്തുറയിലും എല്ലാം കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്തുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ നമ്മുടെ നാടാകെ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4:30 കുട്ടി അമ്മയോടൊപ്പം പുത്തൻകുരിശിൽ നിന്നും ആലുവയ്ക്ക് പോകുന്നതിനിടയിൽ വെച്ച് കുട്ടിയെ കാണാതായത്. കുട്ടിയുടെ അമ്മ ആ സമയത്ത് കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം 7:30 കുട്ടിയുടെ അമ്മ ആലുവയിലെത്തിയപ്പോഴും കുട്ടി കൂടെയില്ല. ഈ സമയത്ത് കുട്ടിയുടെ അമ്മയുടെ മാതാവ് അമ്മുമ്മയാണ് കുട്ടി നീ ഒറ്റയ്ക്കാണ് വന്നത്, കുട്ടിയില്ലേ കൂടെ എന്നുള്ള ചോദ്യത്തിന് അമ്മ കുട്ടിയെ കാണാനില്ല എന്നൊരു മറുപടി പറയുകയായിരുന്നു. ഇതോടെയാണ് ബന്ധുക്കളെല്ലാം കുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ കുട്ടിയെ കാണാതായി എന്നുള്ള ആ കാര്യം മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ തൃപ്പൂണിത്തുറ പോലീസിൽ പരാതി നൽകി. തൃപ്പൂണിത്തുറ പോലീസ് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ കുട്ടിയെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആണ് ഇവർ ബസ്സിൽ കയറിയത്. ആലുവയിലേക്ക് വരികയായിരുന്നു. ആലുവയിൽ വെച്ചാണ് കുഞ്ഞിനെ കാണാതെയായത് എന്നുള്ളതാണ് അമ്മയുടെ മൊഴി. അമ്മയുടെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ചില മാനസിക വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് ചില പരിമിതികളുമുണ്ട്. എന്തായാലും അമ്മ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ പഞ്ചായത്ത് മെമ്പറുടെ എല്ലാം കാര്യങ്ങൾ അവരെല്ലാം വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചതാണ്. അവരെല്ലാം പറയുന്നത് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നാടെങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അരുണിമ. എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നും കാണാതായ കല്യാണി എന്ന കുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ഈ സംഭവം ഉണ്ടായിട്ട്. കുഞ്ഞിൻ്റെ അമ്മ നേരിയ മാനസിക വെല്ലുവിളി നേരിട്ടിരുന്ന സ്ത്രീയാണ്. ഇവരെയടക്കം പോലീസ് ഇപ്പോൾ ഇവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹിൻ, ഈ പ്രദേശവാസികൾ അല്ലെങ്കിൽ ഈ വാർഡ് മെമ്പർ അടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ഈ അമ്മയോടൊപ്പം അമ്മ മാത്രമായിരുന്നല്ലേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുഞ്ഞിനൊപ്പം ഉണ്ടായിരുന്നത്? തീർച്ചയായിട്ടും അമ്മ മാത്രമായി. കാരണം ഈ അമ്മയോടൊപ്പം കുട്ടിയെ പറഞ്ഞയച്ചത് എന്തിനെന്നുള്ളൊരു ചോദ്യം ചില ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ അമ്മ കഴിഞ്ഞ ഏതാനും നാളുകളായി ഇത്തരത്തിൽ ചികിത്സിക്കുന്നവർക്ക് വേണ്ടി വന്നിരുന്നില്ല. മുൻപ് മാനസിക വെല്ലുവിളി നേരിട്ടതിന്റെ ചികിത്സ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ പ്രകടിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അമ്മയെയും കൂടെ കൂട്ടിയത്. എന്തായാലും കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുണിമ, ഈ ബന്ധുക്കൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലേ? കുട്ടിയുടെ ബന്ധുക്കള് ആളുകൾ എല്ലാവരും തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടിയെ ഉടൻ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എല്ലാവരും വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആ കുഞ്ഞിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. സഹിൻ, തുടരുക. ഇപ്പോൾ വാർഡ് മെമ്പർ ബീന ന്യൂസ് മലയാളത്തൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ബീന, മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ കുഞ്ഞിനെ കാണാതായിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇല്ല, നമ്മൾ പുത്തൻകുരിശ് പോലീസും കുട്ടിയുടെ അച്ഛനും ബന്ധുക്കളും അയൽവക്കത്തുള്ളവരും ഒക്കെ ആലുവയ്ക്ക് പോയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മോട് ചോദിച്ചിട്ട് ഇതുവരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. 3:30 ആയപ്പോൾ കുട്ടി അംഗൻവാടിയിൽ നിന്ന് അമ്മ വിളിച്ചുകൊണ്ട് പോയതാണ്. തിരുവാങ്കുളം വരെ കുട്ടിയെയും കൊണ്ട് ഓട്ടോറിക്ഷയ്ക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ആലുവയിൽ ചെന്നു. ആലുവയിൽ നിന്ന് വീട്ടിലേക്ക് ചെന്നു. കുട്ടിയുടെ അച്ഛന്റെ അനിയൻ വൈകിട്ട് 6 മണി ആയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. കൊച്ചും അമ്മയും വീട്ടിലേക്ക് അംഗൻവാടിയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കൊച്ചിനെയും കൊണ്ട് തൃപ്പൂണിത്തുറ പോയതായിരിക്കും, ബ്ലോക്ക് ആയതുകൊണ്ടായിരിക്കും എത്താത്തതെന്ന് പ്രതീക്ഷിച്ചു. അപ്പൊ ഇവളിടയ്ക്ക് കൊച്ചിന്റെ അമ്മ കൊച്ചുങ്ങളെയും കൊണ്ട് ആലുവയ്ക്ക് വീട്ടിൽ പോകാറുണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നോന്ന് അറിയാൻ വേണ്ടി കുട്ടിയുടെ അമ്മയെ വിളിച്ചിരുന്നു. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചപ്പോഴും എത്തിയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 മണി കഴിഞ്ഞ് 7:30 ആയപ്പോഴത്തേക്കും ഇവള് ഈ കൊച്ചിന്റെ അമ്മ സന്ധ്യ ആലുവയില് വീട്ടിൽ ചെന്നു. അപ്പൊ അവരോട് ചോദിച്ചപ്പോ കൊച്ചെന്തിയെന്ന് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ആലുവ ഭാഗത്തുനിന്ന് കാണാതായി എന്ന് പറഞ്ഞു. പിന്നെ കുട്ടിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു.
ഇപ്പോൾ ശ്രീമതി ബീന, ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സഹിൻ പറഞ്ഞതുപോലെ ഈ മാതാപിതാക്കളെ പോലീസ് ഇപ്പോൾ ഇവരുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. പക്ഷേ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മുൻപ് ചില മാനസിക വെല്ലുവിളികൾ നേരിട്ടിരുന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദിച്ച് വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഒരു ഇങ്ങനെ കൊച്ചിനെയും കൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പോണ കാരണത്താല് നമ്മളത് ഇടപെട്ടു. അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോയി. കുഴപ്പങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. വീട്ടിൽ വന്ന് നല്ല സന്തോഷത്തോടു കൂടിയൊക്കെ ഇരുന്നേച്ചാണ്. അങ്ങനെ മിക്കവാറും അവരുടെ വീട്ടിൽ പോകണതാണ്. അംഗൻവാടി കുട്ടി അല്ലാണ്ട് കുട്ടിയുടെ അടുക്കെ പോകും. കഴിഞ്ഞ ദിവസം അംഗൻവാടിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മയൊക്കെ വന്ന് ഞാൻ സംസാരിച്ച് അതൊരു വിഷയങ്ങളും ഇല്ലാതിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്നാണ് അങ്ങനെ ഒരു കുട്ടിയുടെ അച്ഛന്റെ അച്ഛൻ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ ഒരു സർജറി കഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ അച്ഛന്റെ അമ്മ അവിടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റിയില്ലായിരുന്നു അംഗൻവാടിയിൽ കഴിഞ്ഞ സമയത്ത് വരുമെന്നുള്ള. അപ്പൊ അച്ഛന്റെ അനിയൻ വൈകിട്ട് പണി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഇവര് ചെന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനു മുൻപ് ഈ കുഞ്ഞിനെ തനിച്ച് അമ്മയുടെ ഒപ്പം വിട്ടിട്ടുണ്ടോ പുറത്തേക്ക്? ഇവിടെ ഇടയ്ക്ക് ഇവര് കൊച്ചിനെ അങ്ങനെയല്ല, 2 പിള്ളേരാണ്. 2 പിള്ളേരെയും കൊണ്ട് ഇടയ്ക്ക് അവള് ആലുവയിലേക്ക് പോകുമായിരുന്നു. ഇടയ്ക്കൊക്കെ ഇതിനു മുമ്പും പോയിട്ടുണ്ട്. അതിന് മുമ്പ് പോയിട്ടുണ്ട്. ആലുവയിലേക്ക് 2 കുട്ടികളെയും കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവാറുണ്ട്. യെസ്, അതാണ് വാർഡ് മെമ്പർ പ്രതികരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി ബീന ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. കൊച്ചി തൃപ്പൂണിത്തുറയിൽ നിന്ന് വൈകുന്നേരം 4:30 കൂടിയാണ് ബസ്സിനുള്ളിൽ വച്ച് കുഞ്ഞിനെ കാണാതായതായി കുടുംബം അറിയുന്നത്. അമ്മയോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് കുഞ്ഞിനെ ബസ്സിൽ നിന്നും കാണാതായത്. വീട്ടിൽ തിരികെ എത്തിയതിനു ശേഷം വീട്ടുകാർ ചോദിച്ചപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം അമ്മ നൽകുന്നത്. തുടർന്ന് പുത്തൻകുരിശ് പോലീസിൽ വീട്ടുകാർ പരാതി നൽകി. പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ വീട് പുത്തൻകുരിശാണ്. എറണാകുളം പുത്തൻകുരിശിലുള്ള ഈ വീട്ടിൽ നിന്നും ആലുവയ്ക്ക് പോകുന്ന ബസ്സിനിൽ വെച്ചാണ് കുഞ്ഞിനെ കാണാതായെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തെങ്കിലും ചെറിയ സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ പുത്തൻകുരിശ് പോലീസിൽ ബന്ധപ്പെടണമെന്ന് കൂടി ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പുത്തൻകുരിശ് സുഭാഷിൻ്റെയും സന്ധ്യയുടെയും 2ാമത്തെ മകൾ കല്യാണി എന്ന കുഞ്ഞിനെയാണ് കാണാതായത്. 3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്.